മുല്ലപ്പെരിയാർ ഡാം അന്നത്തെ പ്രളയ സമയത്ത് ഇതിന് മുകളിൽ കൂടിയാണ് വെള്ളം ഒഴുകി പോയത്. അപ്പോൾ ഞങ്ങൾ ഈ തേയിലക്കാട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കഴിഞ്ഞത്. ഞങ്ങൾക്ക് പോകാൻ ഒരു വഴിയുമില്ല. ഇപ്പം നമ്മൾ സർക്കാരിനോട് പറഞ്ഞേക്കുന്നത് ഈ ആറ്റിനകത്തെ ഇവിടെ ഒരു തിട്ടയുണ്ട്, മണൽത്തിട്ട. ആ തിട്ട കുറേ വാരിക്കളയുവാണ്. ഞങ്ങൾ 90-ൽ വന്നതാണ് ഇവിടെ. അന്ന് തൊട്ട് ഞങ്ങളിവിടെ താമസിക്കുമ്പോൾ ഈ ആദ്യമായിട്ട് പ്രളയപ്രശ്നം ഉണ്ടായത്. ഈ തിട്ടയാണ് ഏറ്റവും കൂടുതൽ വിഷയം. നിറച്ച് വന്നത്തെ ആ മണ്ണും മരവും എല്ലാം കൂടെ വീണ് കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ വെള്ളം ഇവിടെ ഈ പ്രാവശ്യം ഇവിടെ വരെ വന്നു. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വരെ വെള്ളം വന്നിട്ട് ചെളിയായി കിടക്കുന്നതൊക്കെ ഇതേ ഒരു അവസ്ഥയാണ്. ഈ മണ്ണും ചെളിയും വാരി മാറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കാലം ഇവിടെ താമസിക്കാൻ പറ്റും. പൊട്ടുന്ന അവസ്ഥയെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. പിള്ളേരെല്ലാം പേടിച്ച് പറിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. ഈ ഒരു അവസ്ഥയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഒന്നേയും തുടങ്ങി ജീവിക്കുന്ന ഇപ്പം വീണ്ടും ഇങ്ങനത്തെ പ്രശ്നം കേൾക്കുമ്പോൾ വയനാട് പോലുള്ള പ്രശ്നങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേക്ക് അറിയാമല്ലോ. കാണുമ്പോൾ നമ്മൾ അനുഭവിച്ചത് കൊണ്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്.